ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റീവ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ നോക്കുന്നത് SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ പ്രീവിയസ് ഇയർ നമുക്ക് പല ഷിഫ്റ്റുകളായിട്ട് SSCക്ക് ചോദിച്ചുകൊണ്ടിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാറ്റേണുമായിട്ട് ഒന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് അറിയാൻ പറ്റും. കുറച്ചുകൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നമുക്ക് നോക്കാം. അപ്പം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്, എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവുകയും ചെയ്യും. ഏത് പാർട്ടിലാണ് എറർ നമ്മൾ കണ്ടുപിടിക്കും, എന്താണ് എറർ എന്നൊക്കെ നമ്മൾ നോക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹി ഈസ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ, but of his 3 sons neither has any merit. ഈ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനത്തെ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. ചിലപ്പം ഇവിടെ ഇപ്പം നമുക്ക് 4 ഓപ്ഷൻസ് ആണ്, 4 പാർട്ടാണ് വരിക. ചിലപ്പോൾ 5 പാർട്ട് വേണമെങ്കിലും വരാം. ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ലെങ്ത് അനുസരിച്ച് 5 പാർട്ട് വേണമെങ്കിലും നമുക്ക് വരാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹി ഈസ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ, അത് നമ്മുടെ ആദ്യത്തെ പാർട്ട്, എ പാർട്ട്. ബട്ട് ഓഫ് ഹിസ് 3 സൺസ്, ബി പാർട്ട്. neither has any merit, സി പാർട്ട്. ഇനി ഈ 3 പാർട്ടിലും എറർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോ എറർ എന്ന ഓപ്ഷനിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും അവിടെ എറർ, അവിടുത്തെ നമ്മുടെ ആൻസർ. എറർ ഒന്നും ഇല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് വരുന്നത്? യൂഷ്വലി എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ഗ്രാമർ പാർട്ടിൽ നിന്നാണ് വരുന്നത്. അതായത് പാർട്സ് ഓഫ് സ്പീച്ച്, നമ്മൾ നൗൺസ്, പ്രോനൗൺസ്, ഇതിൻ്റെയൊക്കെ റൂൾസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, ആർട്ടിക്കിൾസ്, എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ ഈ പറയുന്ന, അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ഇവിടെ നിന്നൊക്കെ നമുക്ക് ഈ പറയുന്ന എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് കിട്ടാം. അപ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. നമുക്ക് നോക്കാം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നോ എറർ നമുക്ക് കൊടുക്കാം. നോക്കാം. ഹി ഈസ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ, ആ ഒരു പാർട്ടിൽ എന്തെങ്കിലും എറർ ഉണ്ടോ? He is a university professor, ആ പാർട്ടിൽ എന്തെങ്കിലും എറർ ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സോ he is a university professor ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈസ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ, ഇവിടെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണേ. അതായത് യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്ന് പറയുന്നു, എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഇങ്ങനെ പറയുമോ? പലരും തെറ്റിക്കുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്ന് കാണുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, തെറ്റല്ലേ? അല്ല, അത് കറക്റ്റ് ആണ്. എ യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ പറയും. ഓക്കെ, എ യൂണിവേഴ്സിറ്റി എന്ന് പറയും. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ എ യൂണിവേഴ്സിറ്റി, അതുപോലെ എ യുണീക്ക് ബുക്ക്, എ യുണീക്ക് ബുക്ക്, ഒരു യുണീക്ക് ബുക്ക് എന്ന് പറയുന്നു. അടുത്തത് a useful toy. ഓക്കെ, ഇവിടെ കണ്ടോ, യൂണിവേഴ്സിറ്റി, യുണീക്ക്, യൂസ്ഫുൾ, ഇതിൻ്റെ കൂടെ എല്ലാം ഞാൻ ആർട്ടിക്കിൾ എ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിളിൻ്റെ സെഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം, പക്ഷേ ആ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്ന് പറയുന്നതാണ്, കാരണം പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ എ യൂണിവേഴ്സിറ്റി, എ യുണീക്ക്, എ യൂസ്ഫുൾ, ഇത് ആർട്ടിക്കിൾ എയുടെ സ്പെഷ്യൽ കേസാണ്. നമ്മൾ എക്സെപ്ഷൻ കേസസ് ആയിട്ട് പഠിക്കുന്നതാണ്, മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഈ യൂണിവേഴ്സിറ്റി, യുണീക്ക്, യൂസ്ഫുൾ, ഇതിൻ്റെ കൂടെ ഒന്നും ആൻ അല്ല ചേർക്കേണ്ടത്, എ ആണ് ചേർക്കേണ്ടത്. ആർട്ടിക്കിൾ എ ആണ്. അപ്പോൾ പലർക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ പോയിട്ട് എ യൂണിവേഴ്സിറ്റി മാറ്റും. അല്ല, എ യൂണിവേഴ്സിറ്റി കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ വൈസ് നോക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആണ്. അപ്പോൾ എ പാർട്ടിൽ എറർ ഒന്നും ഇല്ല. ബട്ട് ഓഫ് ഹിസ് 3 സൺസ്, ഓക്കെ, അവിടെ നമുക്ക് എറർ ഒന്നും കാണത്തില്ല. neither has any merit, ഇവിടെ ഒരു എറർ ഉണ്ട്. നമ്മൾ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എന്താണ്? 3 സൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 സൺസ്, 3 ആൺകുട്ടികളുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ neither നമ്മൾ 3 പേരുള്ളപ്പോൾ യൂസ് ചെയ്യോ? ഇല്ല. neither നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ എടുക്കുകയാണെങ്കിൽ neither എന്ന നമ്മുടെ ഈ ഒരു വേർഡ് നമ്മൾ എടുക്കുന്നത് 2 പേരെ പറ്റി പറയാൻ വേണ്ടി മാത്രമേ നമ്മൾ neitherഉം eitherഉം ഒക്കെ യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ 2 വസ്തുക്കൾ അല്ലെങ്കിൽ 2 എണ്ണമേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ neither യൂസ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ആൺകുട്ടികളുണ്ട്, അല്ലെ 3 സൺസ് ഉണ്ട്, അവിടെ നമുക്ക് neither യൂസ് ചെയ്യാൻ പറ്റൂ? ഇല്ല. അപ്പോൾ നമ്മുടെ എറർ പാർട്ട് എന്ന് പറയുന്നത് സി പാർട്ടാണ്. സിയിലാണ് എറർ പാർട്ട് ഉള്ളത്. ഓക്കെ, സി പാർട്ടിലാണ് എറർ ഉള്ളത്. ആൻഡ് എന്താണ് എറർ? neither എന്ന് വരത്തില്ല. നമ്മളോട് എറർ എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് എറർ പാർട്ട് കണ്ടു, ഇത്രയുമാണെങ്കിൽ നമുക്ക് എക്സാമിന് ഓക്കെ ആണ്. പക്ഷെ ഇവിടുത്തെ എറർ എന്താണ്? neither അല്ല, പിന്നെയോ
നൺ എന്നേ വരുള്ളൂ. നൈദറിന് പകരം നമ്മൾ നൺ എന്നേ എടുക്കുകയുള്ളൂ. ഹി ഈസ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ബട്ട് ഓഫ് ഹിസ് 3 sons none has any merit. അപ്പോൾ ഇവിടുത്തെ എറർ പാർട്ട് സി ആണ്. ക്ലിയർ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ആഫ്റ്റർ നോയിങ് ട്രൂത്ത് they took the right decision in the matter. After knowing the truth, they took the right decision in the matter. ഇവിടെയും ഇതും ഒരു എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് എറർ നമുക്ക് നോക്കാം. ആഫ്റ്റർ നോയിങ് ട്രൂത്ത് they took the right decision in the matter. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ? എന്തെങ്കിലും എറർ അല്ലെങ്കിൽ ഏതാണ് എറർ പാർട്ട്? എല്ലായിടത്തും എറർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എറർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസും നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. they took the right decision in the matter. ഇവിടെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് പാർട്ടിലാണ് എറർ? ഇങ്ങനെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് വരുമോ? ഇങ്ങനത്തെ ഒരു സെന്റൻസ് അത് കംപ്ലീറ്റ് ആണോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണോ? അല്ല, ഇവിടെ ഒരു എറർ ഉണ്ട്. എന്താണ് ഇവിടുത്തെ എറർ? ആഫ്റ്റർ നോയിങ് ട്രൂത്ത് അല്ല, ആഫ്റ്റർ നോയിങ് ദ ട്രൂത്ത് എന്നേ പറയുള്ളൂ. ഇവിടെ നമ്മൾ ഒരു ആർട്ടിക്കിൾ ദ കൊണ്ടുവരണം. ആഫ്റ്റർ നോയിങ് ദ ട്രൂത്ത്, അതാണ് അവിടുത്തെ എറർ പാർട്ട്. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ പ്രാക്ടീസ് സെഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡിസ്കഷൻ സെഷൻ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും. പക്ഷേ നമുക്ക് എക്സാമിന് സമയത്ത് ഇത്ര സമയമൊന്നും കിട്ടത്തില്ല അല്ലേ? ഒരു ക്വസ്റ്റിന് ഏതാനും സെക്കൻഡ്സേ കിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ വായിക്കുന്നു, എറർ കണ്ടുപിടിക്കുന്നു, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു. അത്ര സ്പീഡിൽ നമ്മൾ ചെയ്യണം. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, ആഫ്റ്റർ നോയിങ് ദ ട്രൂത്ത് ദേ ടുക്ക് ദ റൈറ്റ് ഡിസിഷൻ ഇൻ ദ മാറ്റർ. അപ്പോൾ അവിടെ ഏത് പാർട്ടിലാണ് എറർ? എ പാർട്ടിലാണ് എറർ. നമുക്ക് ഏത് പാർട്ടാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്തത്. ഇറ്റ് ഈസ് ടൈം ഫോർ യു ഡാഷ് ഡിസൈഡ് ഓൺ യുവർ നെക്സ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ടൈം ഫോർ യു ഡാഷ് ഡിസൈഡ് ഓൺ യുവർ നെക്സ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇറ്റ് ഈസ് ടൈം ഫോർ യു ഡിസൈഡ് ഓൺ യുവർ നെക്സ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. പറയുമ്പോൾ തന്നെ ഒരു സുഖമില്ല അല്ലേ? പക്ഷേ ഇംഗ്ലീഷിൽ നിങ്ങൾ എപ്പോഴും പറഞ്ഞു നോക്കുമ്പോൾ സുഖമുണ്ടോ ഇല്ലയോ അത് നോക്കരുത് കേട്ടോ. കാരണം പലയിടത്തും നമ്മളെ തെറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഗ്രാമറിൻ്റെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് തന്നെ പോവുക. അപ്പോൾ ഇറ്റ് ഈസ് ടൈം ഫോർ യു, നമ്മൾ ഇറ്റ് ഈസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ വെറുതെ ഡിസൈഡ് എന്ന് പറയില്ല. ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു ഡിസൈഡ് എന്ന് എടുക്കണം. ടു ഡിസൈഡ്. അപ്പോൾ ഇവിടെ ഒരു ടൂവിൻ്റെ കുഴപ്പമുണ്ട്, ടു മിസ്സിങ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഹൈ ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടൈം എന്നൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് വെറുതെ ആ സെൻറ്റൻസ് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഡിസൈഡ്, ടു ഡിസൈഡ് എന്ന് നോക്കുക. ഇപ്പോൾ സെൻറ്റൻസ് കറക്റ്റ് ആണ് അല്ലേ? ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു ഡിസൈഡ് ഓൺ യുവർ നെക്സ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, ഇനി ഓക്കെ ഓക്കെ ഇനി അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഹി ഹു ഹാസ് സഫേർഡ് മോസ്റ്റ് ഫോർ ദ കോസ് ലെറ്റ് ഹിം സ്പീക്ക്. ഹി ഹു ഹാസ് സഫേർഡ് മോസ്റ്റ് ഫോർ ദ കോസ് ലെറ്റ് ഹിം സ്പീക്ക്. എന്തെങ്കിലും എറർ ഉണ്ടോ ഇവിടെ? എന്തെങ്കിലും എറർ ഉണ്ടോ? എന്തെങ്കിലും എറർ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു എറർ ഉണ്ട്. ഹി ഹു ഹാസ് സഫേർഡ് മോസ്റ്റ് ഫോർ ദ കോസ് ലെറ്റ് ഹിം സ്പീക്ക്. ഇതിൻ്റെ അകത്ത് നമുക്കൊരു എറർ ഉണ്ട്. എന്തായിരിക്കും എറർ? He who has suffered most for the cause let him speak എന്ന് വരുമോ? ഇല്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ സി പാർട്ടിലാണ് നമുക്ക് എറർ ഉള്ളത്. ഓക്കെ, ഇവിടെ ഷുഡ് ബി അലൗഡ് ടു സ്പീക്ക് എന്നാണ് വരേണ്ടത്. നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഫില്ലേഴ്സ് ഒക്കെ ആണെങ്കിൽ ഓപ്ഷൻ കാണും, പക്ഷെ ഇവിടെ ഓപ്ഷൻ ഇല്ല. ഏത് പാർട്ടാണ് എറർ നമ്മൾ നോക്കിയാൽ മതി. സി പാർട്ടാണ് ഇവിടെ എറർ. ഷുഡ് ബി അലൗഡ് ടു സ്പീക്ക് ആണ്. ഹി ഹു ഹാസ് സഫേർഡ് മോസ്റ്റ് ഫോർ ദ കോസ് ഷുഡ് ബി അലൗഡ് ടു സ്പീക്ക് എന്നാണ്. അതിപ്പോൾ നമുക്ക് ആൻസർ നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ സി പാർട്ടിലാണ് എറർ എന്നുള്ളത് നോക്കിയാൽ മതി. ഇതിപ്പം 2010 ക്വസ്റ്റ്യൻ ആണ്. 2010 കുറച്ച് ഒത്തിരി നാൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഒക്കെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവാണ് വരുന്നത്. എന്നാലും ആൻസർ അല്ലെങ്കിൽ എറർ പാർട്ട് സി ആണ്. ആൻഡ് ഈ ഒരു സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A cup of coffee is an excellent compliment to smoked salmon. A cup of coffee is an excellent compliment to smoked salmon. എന്താണ് എറർ നോക്കാം അല്ലേ? എ കപ്പ് ഓഫ് കോഫി, എ പാർട്ട് എ കപ്പ് ഓഫ് കോഫി. എന്തെങ്കിലും എറർ ഉണ്ടോ? ഇല്ല. എ കപ്പ് ഓഫ് കോഫി നമ്മൾ പറയുന്നതാണ്. സോ അവിടെ എറർ ഒന്നുമില്ല. അടുത്ത് ഈസ് ആൻ എക്സലന്റ് കോംപ്ലിമെന്റ്.
ഈസ് ആൻ എക്സലന്റ് കോംപ്ലിമെന്റ്. ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും എറർ കാണാൻ പറ്റുമോ? ഇല്ല, അവിടെയും ഒരു എററുമില്ല. ഈസ് ആൻ എക്സലന്റ് കോംപ്ലിമെന്റ്. എ കപ്പ് ഓഫ് കോഫി ഈസ് ആൻ എക്സലന്റ് കോംപ്ലിമെന്റ് ടു സ്മോക്ഡ് സാൽമൺ. ഓക്കെ, അവിടെയും എറർ ഒന്നുമില്ല. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യന് എ പാർട്ടും ബി പാർട്ടും സി പാർട്ടും എറർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് മീൻസ് അതൊരു നോ എറർ ക്വസ്റ്റ്യൻ ആണ്. നോ എറർ ക്വസ്റ്റ്യൻ ആണ്, എറർ ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. 5 എണ്ണം ചെയ്തപ്പോൾ നമുക്ക് ഒരു നോ എറർ ക്വസ്റ്റ്യൻ കിട്ടി. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോ എറർ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മളോട് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഒരെണ്ണമെങ്കിലും നോ എറർ ക്വസ്റ്റ്യൻ വരാറുണ്ട്. പല ഷിഫ്റ്റുകളും ഇത് വേരി ചെയ്യും, അതിൻ്റെ നമ്പർ മാറും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഒരു 10 ക്വസ്റ്റ്യൻ എന്നുള്ളത് കറക്റ്റ് 10 ഒരെണ്ണം നോ എറർ ആകണമെന്നില്ല. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നോ എറർ ക്വസ്റ്റ്യൻ ആകാം. അപ്പം എല്ലാ സെൻറ്റൻസിലും എറർ ഉണ്ട് എന്ന് വിചാരിക്കരുത്. നോ എറർ ക്വസ്റ്റ്യന് അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് പോകണം. ഓക്കെ, ഇപ്പം ഈ 5 ക്വസ്റ്റ്യൻസും നമുക്ക് CGL ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു 2010. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇത് 5. ഇത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 5 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, അഗെയിൻ നമ്മുടെ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ നമുക്കുള്ളത്. നമുക്ക് നോക്കാം. സെയിം ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ നമ്മൾ വിട്ട് കളയേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സം ഓഫ് ദ സെന്റൻസസ് ഹാവ് എറേഴ്സ് ആൻഡ് സം ഹാവ് നൺ. Find out which part of a sentence has an error. The number of that part is your answer. If there is no error, your answer is D. That is no error. ഇവിടെയും സെയിം ഡയറക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പക്ഷേ ഡയറക്ഷൻ വായിക്കുക എന്നുള്ളത് നമ്മൾ ഹാബിറ്റ് ആക്കി വെക്കുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ഡയറക്ഷൻസ് ഇത് ഏതിനാണെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പോൾ പാരാജമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എറർ സ്പോട്ടിംഗ് ആയിരിക്കാം, സിനോണിം ആയിരിക്കാം, ഇഡിയംസ് ആയിരിക്കാം, റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരിക്കാം, എന്തിൻ്റെ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു ഡയറക്ഷൻ വായിക്കുന്നത് അത് ഹാബിറ്റായിട്ട് മാറ്റുക. ഓക്കെ, ഇതും SSC CGL 2010 സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ജഡ്ജിങ് ഹിം prevailed upon the father and he sentenced his son to death. എന്തായിരിക്കും എറർ? ഇവിടെ എന്ത് വരും? ജഡ്ജിങ് ഹിം prevailed upon the father and he sentenced his son to the death അല്ലെങ്കിൽ to death. എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് എറർ? എന്തായിരിക്കും ഇവിടെ? ജഡ്ജ് ഇൻ ഹിം എന്ന് വരുമോ? ഇല്ല. ഫസ്റ്റ് പാർട്ടിലാണ്, എ പാർട്ടിലാണ് എറർ. ഇവിടെ എന്ത് വരും? ദ ജഡ്ജ് ഇൻ ഹിം എന്ന് വേണം നമ്മൾ കൊടുക്കാൻ. ദ ജഡ്ജ് ഇൻ ഹിം, അതാണ് എറർ. അതാണ് നമ്മുടെ എറർ പാർട്ട്. ദ ജഡ്ജ് ഇൻ ഹിം എന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, ദ ജഡ്ജ് ഇൻ ഹിം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, 9/10 ഓഫ് ദ പില്ലർ ഹാവ് റൂട്ടഡ് എവേ. എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് എറർ? 9/10 ഓഫ് ദ പില്ലർ ഹാവ് റൂട്ടഡ് എവേ. നമ്മുടെ 7th ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഇതിനകത്ത് എറർ? ഇവിടെ ഹാവ് വരുമോ? ഇല്ല. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ട വേർബും സിംഗുലർ ആയിരിക്കും. നമ്മുടെ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിൽ ഇത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. കോൺകേർഡ് അല്ലെങ്കിൽ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ then വേർബും സിംഗുലർ ആയിരിക്കും അല്ലെ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹാവ് വരൂ? ഇല്ല. ഇവിടെ എന്ത് വരും? ഹാസ് എന്നേ വരുള്ളൂ. ഹാസ്. ഓക്കെ, ഹാസ് റൂട്ടഡ് എവേ എന്ന് വരും. അതാണ് അവിടുത്തെ എറർ. സി പാർട്ടിലാണ് ഇവിടെയും എറർ വരുന്നത്. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത 8th ക്വസ്റ്റ്യൻ. One major reason for the popularity of television is that most people like to stay at home. ഓക്കെ, സെൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെയും വായിക്കാം. 1 major reason, അത് നമ്മുടെ ഈ പാർട്ട്. For the popularity of television is, അടുത്തത്, that most people like to stay at home. 8th question, എന്താണ് എറർ? എന്തെങ്കിലും എറർ ഉണ്ടോ ഇവിടെ? 1 major reason. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു എററൊന്നുമില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ്. 1 major reason, അത് ഓക്കെ ആണ്. അടുത്തത്, for the popularity of television is, അവിടെ എററൊന്നുമില്ല അല്ലേ? 1 major reason for the popularity of television is, അവിടെയും എററില്ല. അടുത്ത പാർട്ട്, the most people like to stay at home, അവിടെ ഒരു എററുണ്ട്. എന്താണ്? is that most of the people എന്ന് വേണം കൊടുക്കാൻ. most of the people like to stay at home എന്ന് വേണം അവിടെ കൊടുക്കാനായിട്ട്. most people എന്നല്ല, most of the people like to stay at home. അപ്പോൾ അവിടെ
സി പാർട്ടിലാണ് എഗെയിൻ എറർ. അപ്പം ഇത് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഓരോ സെന്റൻസ് അല്ലെങ്കിൽ ഓരോ ഫ്രേസ് അനുസരിച്ച് അനലൈസ് ചെയ്തായിരിക്കും ആൻസറിൽ എത്തുന്നത് അല്ലേ. പക്ഷെ എക്സാമിന് ഇത്രയും സമയം നമുക്ക് കാണില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം വേണ്ടിയിരിക്കും. ഏതാനും സെക്കൻഡ്സ് കൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കുന്നു, പെട്ടെന്ന് എറർ ഐഡന്റിഫൈ ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അതിനുള്ള സമയം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മളെ പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് തന്നെയായിരിക്കും. കാരണം വൺസ് നമുക്ക് ടോപ്പിക് എല്ലാം അറിയാമെങ്കിലും പിന്നെ നമുക്ക് അതിനകത്ത് കൂടുതലൊന്നും പഠിക്കാനില്ല അല്ലേ. ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു, ഇനി നമുക്ക് അതിനകത്ത് കൂടുതൽ നമുക്ക് പിന്നെ ടോപ്പിക്ക് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ടോപ്പിക്ക് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റൻസ് സോൾവ് ചെയ്യാണ്. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും. പാറ്റേൺ ഉണ്ടായ ചേഞ്ചസ് ഞാൻ 2010 മുതലുള്ള ക്വസ്റ്റൻസ് എടുക്കാനും കാരണം അതാണ്. ആ പണ്ട് മുതലുള്ള ആ പാറ്റേണിന്റെ ആ ഷിഫ്റ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും കൂടെയാണ് അത്രയും പഴയ ക്വസ്റ്റൻസ് നമ്മൾ എടുത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സി പാർട്ടാണ് എറർ. 9th lesson. Our efforts are aimed to bring about a reconciliation. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? 9th lesson എന്തെങ്കിലും എറർ ഉണ്ടോ? യെസ്, our efforts are എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? ഇല്ല. aim to bring about, our efforts are aimed to bring about. അപ്പോൾ എന്ത് വരും? our efforts are aimed to bring about. ഇവിടെ എയിംഡിന്റെ കൂടെ ടു നമ്മൾ യൂസ് ചെയ്യില്ല. ഓക്കെ, എയിംഡിന്റെ കൂടെ ടു യൂസ് ചെയ്യില്ല. പിന്നെയോ എയിംഡ്, ആ സെന്റൻസ് അപ്പോൾ മൊത്തത്തിൽ നമ്മളൊന്ന് മാറ്റുവാണ്. എയിംഡ് അറ്റ് ബ്രിങ്ങിങ് എബൌട്ട്, എയിംഡ് അറ്റ് ബ്രിങ്ങിങ് എബൌട്ട് എന്ന് വരും. എയിംഡ് ടു ബ്രിങ് എബൌട്ട് അല്ല, എയിംഡ് അറ്റ് ബ്രിങ്ങിങ് എബൌട്ട് എന്ന് വരും അവിടുത്തെ ആൻസർ. അപ്പോൾ ഇവിടെ ബി പാർട്ടിലാണ് എറർ വന്നിരിക്കുന്നത്. ഓക്കെ, സോ എഫേർട്സ് ആർ എയിംഡ് അറ്റ് ബ്രിങ്ങിങ് എന്ന് വരും. പ്രിപ്പോസിഷൻ ആണ് അവിടെ ചേഞ്ച് വരുന്നത്. അറ്റ് വന്നു, അവിടെ നമ്മൾ ING ഫോമും യൂസ് ചെയ്തു. ഓക്കെ, ആൻഡ് ഈ ഒരു സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു സ്ലൈഡിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 3 conditions critical for growing plants are soil, temperature, chemical balance or amount of moisture. എന്തെങ്കിലും എറർ ഉണ്ടോ? 10th question എന്തെങ്കിലും എറർ ഉണ്ടോ? യെസ്, എന്ത് വരും? 3 conditions critical for growing plants are soil, temperature, chemical balance and amount of moisture. ഇതിനകത്ത് എന്തെങ്കിലും എറർ കാണാൻ പറ്റുന്നുണ്ടോ? 10th question യെസ്, ഒരു എറർ ഉണ്ട് അല്ലേ. 3 conditions, അതിനകത്ത് എറർ ഇല്ല. സോ ഫസ്റ്റ് പാർട്ട് ഫ്രീ ആണ്. ക്രിട്ടിക്കൽ ഫോർ ഗ്രോയിങ്, അവിടെയും എറർ ഒന്നുമില്ല. പ്ലാന്റ്സ്, സോയിലും ടെമ്പറേച്ചറും ഉണ്ട്. ദെൻ കെമിക്കൽ ബാലൻസ് ഓർ എമൗണ്ട് ഓഫ് മോയ്സ്ചർ എന്ന് വരില്ല അല്ലെ. കെമിക്കൽ ബാലൻസ് ഓർ എമൗണ്ട് ഓഫ് മോയ്സ്ചർ അല്ല, കെമിക്കൽ ബാലൻസ് ആൻഡ് എമൗണ്ട് ഓഫ് മോയ്സ്ചർ എന്ന് വരും. ആൻഡ്, അപ്പോൾ അവിടെ സി പാർട്ടിലാണ് എറർ. ഓക്കെ, ഈ 5 ക്വസ്റ്റ്യൻസ് കണ്ടോ? ഓരോന്നിനും എന്താണ് എറർ, നമുക്ക് അവിടെ എന്താണ് എറർ എന്ന് എഴുതി വെക്കേണ്ട വരുന്നില്ല. പക്ഷെ ഞാൻ ആ കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എറർ എന്താണെന്ന് എഴുതി വെക്കുന്നതേ ഉള്ളൂ. നമുക്ക് എറർ എന്താണെന്നും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എറർ പാർട്ട് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇനി ഇത് ഫില്ലേഴ്സ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതണം. നമ്മൾ ആ ഓപ്ഷൻസ് സെലക്ട് ചെയ്തെടുക്കണം. പക്ഷെ ഇത് നമുക്ക് പഠിക്കുമ്പോൾ പ്രാക്ടീസ് സെഷൻ ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. യെസ്, 11 to 15 ഈ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, അഗൈൻ നമുക്ക് ആ ഡയറക്ഷൻ ഒന്ന് വായിക്കാം, കാരണം അത് ഹാബിറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സം ഓഫ് ദ സെന്റൻസസ് ഹാവ് എറേഴ്സ് ആൻഡ് സം ആർ കറക്റ്റ്. Find out which part of a sentence has an error. The number of that part is the answer. If there is no error, your answer is B. That is no error. ഇത് 2011 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. The future of food companies seems quite secure or to ever growing demand. എന്തെങ്കിലും എറർ ഉണ്ടോ? 11th ക്വസ്റ്റ്യൻ ഏതെങ്കിലും പാർട്ടിൽ എന്തെങ്കിലും എറർ ഉണ്ടോ? യെസ്, ഇവിടെ ഒരു എറർ ഉണ്ട്. എന്തായിരിക്കും എറർ? ദ ഫ്യൂച്ചർ ഓഫ് ഫുഡ് കമ്പനീസ് അവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? ഇല്ല. സീംസ് ക്വൈറ്റ് സെക്യൂർ, ദ ഫ്യൂച്ചർ ഓഫ് ഫുഡ് കമ്പനീസ് സീംസ് ക്വൈറ്റ് സെക്യൂർ, അവിടെ നോക്കുമ്പോഴും പ്രതീക്ഷ എറർ ഇല്ല അല്ലേ. അടുത്ത പാർട്ട് നോക്കി. ഓ ടു എവർ ഗ്രോയിങ് ഡിമാൻഡ്,
ഓഡ് ടു എവർ ഗ്രോയിങ് ഡിമാൻഡ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എറർ കാണത്തില്ലേ? നോക്കിക്കേ, ഓഡ് ടു എവർ ഗ്രോയിങ് ഡിമാൻഡ് എന്ത് വരും? അവിടെ എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റും? യെസ്, ഇവിടെ ഓഡ് ടു എന്നല്ല, പിന്നെയോ ING ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഓയിങ് ടു എവർ ഗ്രോയിങ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇവിടെ ING ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ the future of food company seems quite secure, owing to ever growing demand എന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഈ owing to എന്ന് പറഞ്ഞാൽ because of എന്നാണ് മീനിങ്. because of എന്നാണ് മീനിങ് കേട്ടോ. because of എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, അടുത്ത് the vaccine when അപ്പോൾ ഇവിടെ C പാർട്ടാണ് എറർ. The vaccine when hit the Indian market is dodged by controversy. ഇവിടെ എന്തായിരിക്കും എറർ? 12th ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും? Yes, the vaccine when hit the Indian market is dodged by controversy. ഇവിടെ ഫസ്റ്റ് പാർട്ട് സിമ്പിൾ പാസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. The vaccine when hit the Indian market, അന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അന്ന് വന്ന സമയത്ത് എന്നാണ് പറയുന്നത്. സോ അതിവിടെ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ് വരേണ്ടത്. അപ്പോൾ എന്ത് വരും? ഈസ് ഡോഷ്ഡ് ആണോ? അല്ല, വാസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള നമ്മൾ വിട്ട് കളയുന്ന എറർ കറക്ഷൻ ആണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അല്ലേ? യെസ്, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പാറ്റേൺ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ടെൻസ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ടെൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുമ്പോൾ പല ഏരിയയിൽ നിന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞു. ഗ്രാമർ പാർട്ട് അല്ലെങ്കിൽ ടെൻസ് എവിടെ നിന്ന് വേണമെങ്കിലും എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത് ഹിസ് സൺ ഈസ് വർക്കിംഗ് വെരി ഹാർഡ്ലി. 13th ക്വസ്റ്റ്യൻ. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? കാണുമ്പോൾ നമുക്കൊരു എറർ ഉണ്ട്. എന്താണ്? ഹിസ് സൺ ഈസ് വർക്കിംഗ് വെരി ഹാർഡ്ലി. വെരി ഹാർഡ്ലി എന്ന് പറയണോ? വേണ്ട. ഹിസ് സൺ ഈസ് വർക്കിംഗ് വെരി ഹാർഡ് എന്ന് കൊടുത്താൽ മതി. വെരി ഹാർഡ് സി പാർട്ടാണ് അവിടെ എറർ. ഹിസ് സൺ ഈസ് വർക്കിംഗ് വെരി ഹാർഡ്. വെരി ഹാർഡ്ലി എന്ന് നമ്മൾ പറയില്ല, വെരി ഹാർഡ്. ആൻഡ് 14th ക്വസ്റ്റ്യൻ. ഡു യു നോ ദാറ്റ് ഇറ്റ് വാസ് ഐ ഹു ഹാസ് ഡൺ ദിസ് പീസ് ഓഫ് ബ്യൂട്ടിഫുൾ വർക്ക്? എന്തെങ്കിലും ഒരു എറർ ഉണ്ടോ നോക്കിക്കേ. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഡു യു നോ ദാറ്റ് ഇറ്റ് വാസ് ഐ ഹു ഹാസ് ഡൺ ദിസ് പീസ് ഓഫ് ബ്യൂട്ടിഫുൾ വർക്ക്? എന്തെങ്കിലും എറർ ഉണ്ടോ? ഇവിടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ആരെ പറ്റിയാണ് പറയുന്നത്? ഐ എന്ന ആളെ പറ്റിയാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഐ നമ്മൾ ഇംഗ്ലീഷിൽ കണക്കാക്കുന്നത് പ്ലൂറൽ ആയിട്ടാണ് അല്ലേ? ഐ നമ്മൾ ഇംഗ്ലീഷിൽ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഐ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഐ എഗ്രീസ്, ഐ എന്തിൻ്റെ കൂടെ ആയിരിക്കും? ഐ വരുന്നത് ഹാവിൻ്റെ കൂടെയാണ് എഗ്രി ചെയ്യുന്നത്. ഐ ഹാവ് എന്ന് വേണം നമ്മൾ കൊടുക്കാൻ. സോ ഐ സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കി ഹു ഹാവ് ഡൺ എന്ന് വേണം നമ്മൾ എടുക്കാൻ. ഹു ഹാവ് ഡൺ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഡു യു നോ ദാറ്റ് ഇറ്റ് വാസ് ഐ ഹു ഹാവ് ഡൺ ദിസ് പീസ് ഓഫ് ബ്യൂട്ടിഫുൾ വർക്ക്? ഇവിടെ എന്തുകൊണ്ടാണ് ഹാവ് വന്നത്? കാരണം ഈ ഹാവ് എഗ്രി ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഐ എന്ന സബ്ജക്റ്റ് ആയിട്ടാണ്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷിൽ നമുക്കറിയാം ഐ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ എന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, ഹാസ് അല്ല, ഹാവ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ഈ 4 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണല്ലോ. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. യെസ്, എഗെയിൻ നമുക്കൊരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. A great many students have been declared successful. A great many students have been declared successful. 16th question ആണ് കേട്ടോ. Yes, a great many students have declared successful. ഇവിടെ എന്താണ്? എ പാർട്ടിലാണ് എറർ. എന്തായിരിക്കും? എ ഗ്രേറ്റ് മെനി സ്റ്റുഡൻറ് അല്ല, സ്റ്റുഡൻസ് എന്നാണ് വരിക. എ ഗ്രേറ്റ് മെനി സ്റ്റുഡൻസ്. സോ അവിടെ എ പാർട്ടിലാണ് എറർ. എ ഗ്രേറ്റ് മെനി students have declared successful. Okay, 17th question. Moving to the next question, we are going to launch this 3 crores project within the next few months. ഒന്ന് നോക്കിക്കേ എന്തായിരിക്കും എറർ? We are going to launch this 3 crores project within the next few months. എറർ ഉണ്ടോ? എറർ ഇല്ലയോ? Yes, 3 crores project
3 crores അല്ല. ഇവിടെ നമ്മുടെ ക്വസ്റ്റനിൽ ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉള്ളതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ഹൈഫൻ ആണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു ഹൈഫൻ വന്നിട്ടുണ്ട്, അതായത് 3 crores എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒരു ഹൈഫൻ ഉണ്ട് കേട്ടോ, അത് അവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ ഇട്ടതിലെ പ്രശ്നമാണ്. ആ ഒരു 3 crores എന്നാണ് വരാം. അപ്പോൾ ഹൈഫനേറ്റഡ് നൗൺസ്, നമ്മൾ നൗൺസിൽ പഠിക്കുന്ന റൂളാണ്, ഹൈഫൻ ഉണ്ടെങ്കിൽ ഒരു നൗണിൻ്റെ അല്ലെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഹൈഫൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും പ്ലൂറൽ ഫോം എടുക്കില്ല. ഹൈഫനേറ്റഡ് നൗൺസിന് നമുക്ക് പ്ലൂറൽ ഫോം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഹൈഫൻ ഉണ്ട്, അതുകൊണ്ട് ക്രോസ് എന്ന് പറ്റില്ല, ക്രോർ എന്നേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് വരും? വി ആർ ഗോയിങ് ടു ലോഞ്ച് ദിസ് 3 crore പ്രോജക്ട് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് വരും. അവിടെ ബി പാർട്ടിലാണ് എറർ. ഓക്കെ, ആൻഡ് 18th question. I hope to go to shopping this weekend if the weather permits. എന്തെങ്കിലും എറർ ഉണ്ടോ? നമ്മുടെ 18th question ഇനി എറർ. Yes, I hope to go to shopping this weekend. I hope to go to shopping. എന്ത് വരും ഇവിടെ? I hope to go shopping ആണ്. Go to shopping എന്ന് പറയില്ല അല്ലേ? I hope to go shopping. I hope to go to shopping എന്ന് വരില്ല. I hope to go shopping this weekend if the weather permits എന്നേ വരൂ. അപ്പോൾ അവിടെ എ പാർട്ടിലാണ് എറർ. ആൻഡ് ഈ ഒരു സ്ലൈഡിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ 19th question. The lawyer asked if it was worth to take the matter to court. The lawyer asked if it was worth to take the matter to court. 19th question എന്തായിരിക്കും? യെസ്, എന്തായിരിക്കും? ഇഫ് ഇറ്റ് വാസ് വർത്ത് ടു ടേക്ക് ദ മാറ്റർ ടു കോർട്ട്. 19th question ആണ്. ഇവിടെ ജെറണ്ട് ആണ് വരുന്നത്, അതായത് ഇഫ് ഇറ്റ് വാസ് വർത്ത് ടേക്കിംഗ് എന്ന് വരും. ഇഫ് ഇറ്റ് വാസ് വർത്ത് ടേക്കിംഗ് എന്ന് വേണം. ടേക്കിംഗ് ദ മാറ്റർ ടു കോർട്ട്. ഇവിടെ ജെറണ്ട് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ജെറണ്ട് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ജെറണ്ട് യൂസ് ചെയ്യുന്നൊക്കെ പറയുന്നത്? ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ജെറണ്ട് എന്ന് പറഞ്ഞാൽ വെർബിന്റെ ING ഫോമാണ്. വെർബിന്റെ ING ഫോമാണ് അല്ലെങ്കിൽ V4 ഫോമാണ്. വെർബിന്റെ ING ഫോമാണ് അല്ലെങ്കിൽ V4 ഫോമാണ് ജെറണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇതൊരു സെന്റൻസിൽ വരുമ്പോൾ നൗൺ ആയിട്ട് ആക്ട് ചെയ്യും. ആക്ട്സ് ആസ് എ നൗൺ. ഒരു നൗൺ ആയിട്ട് ആക്ട് ചെയ്യും ഒരു സെന്റൻസിൽ വരുമ്പോൾ. വെർബിന്റെ ING ഫോം ആയിരിക്കും, പക്ഷെ സെന്റൻസിൽ ഇതിന് നമ്മൾ നൗൺ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് വെർബ് ഒന്നും പറയാൻ പറ്റില്ല, വെർബിന്റെ ING ഫോം ആയതുകൊണ്ട് നൗൺ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ ജെറണ്ട് എന്ന് വിളിക്കുന്നു. ഇവിടെ ജെറണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദ ലോയർ ആസ്ക്ഡ് ഇഫ് ഇറ്റ് വാസ് വർത്ത് ടേക്കിംഗ് ദ മാറ്റർ ടു കോർട്ട് എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? 19 questions നമ്മൾ ഇപ്പോൾ നോക്കി. ഇത് ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പോൾ അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കാം. 21st question. You do not look as your brother. ഏത് പാർട്ടിലാണ് എറർ നമുക്ക് നോക്കാം. You do not look as your brother. You do not look as your brother. You do not എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രേസിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പാർട്ടിൽ എന്തെങ്കിലും എറർ ഉണ്ടോ? ഇല്ല അല്ലേ? ആ ഒരു പാർട്ടിൽ പ്രത്യേകിച്ച് എററൊന്നുമില്ല. ലുക്ക് ആസ് യുവർ ബ്രദർ. ലുക്ക് എന്ന് പറയുമ്പോൾ ലുക്ക് ആസ് യുവർ ബ്രദർ നമ്മൾ പറയില്ല, ലുക്ക് ലൈക്ക് യുവർ ബ്രദർ എന്നാണ് നമ്മൾ പറയാം. ലുക്ക് ആസ് അല്ല, ലുക്ക് ലൈക്ക് യുവർ ബ്രദർ. അപ്പൊ ഇവിടെ ഏത് പാർട്ടാണ് എറർ? ബി പാർട്ടാണ് എറർ. യു ഡു നോട്ട് ലുക്ക് ലൈക്ക് യുവർ ബ്രദർ. ഓക്കെ, ആൻഡ് 22nd one. My elder brother is 6 foot high. My elder brother is 6 foot high. എന്ത് വരും? My elder brother is 6 foot high എന്നാണോ പറയാ? ഹൈ അല്ല, 6 foot tall എന്നാണ് പറയേണ്ടത്. 6 foot high അല്ല, tall. ഇവിടെയും എറർ പാർട്ട് സി പാർട്ടാണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഇപ്പോൾ ഈ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്നത് സ്പോട്ട് ദ എറർ അല്ലെങ്കിൽ എറർ സ്പോട്ടിംഗ് എന്നാണ് പറയുന്നത് അല്ലേ? നമ്മൾ എറർ എവിടെയൊന്ന് സ്പോട്ട് ചെയ്താൽ മതി, നമുക്ക് അവിടെ തിരുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പം നമുക്ക് പ്രാക്ടീസിൻ്റെ സമയം ആയതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് എറർ എന്നും കൂടെ ഞാൻ പറഞ്ഞതാണ്. നമുക്ക് എക്സാമിന് അവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. ഏത് പാർട്ടിലാണ് എറർ എന്ന് നമ്മൾ സ്പോട്ട് ചെയ്താൽ മതി. എന്താണെന്ന് നമുക്ക് അവിടെ പറയേണ്ടത്. പക്ഷെ അത് ഏത് പാർട്ടിലാണ് എറർ എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചാലേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. Without no proof of your guilt,
the only course open to miss അല്ലെങ്കിൽ is to dismiss the case. ഇവിടെ എന്തായിരിക്കും വരുന്നത്? Without no proof of your guilt. ഇവിടെ ഏത് പാർട്ടിലാണ് എറർ വരുന്നത്? 23rd question ആണ്. Without no proof of your guilt. എന്തായിരിക്കും, ഏത് പാർട്ടിലായിരിക്കും എറർ വരുന്നത്? 24th question. ഓക്കെ, ഇവിടെ എ പാർട്ടിലാണ് എറർ. എന്തായിരിക്കും എറർ നോക്കി? നമുക്ക് എ പാർട്ടിലാണ് എറർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പക്ഷെ എന്തായിരിക്കും എറർ? വിതൗട്ട് നോ പ്രൂഫ് ഓഫ് യുവർ ഗിൽട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എന്തോ ഒരു പ്രശ്നമില്ലേ? എന്തായിരിക്കും ആ പ്രശ്നം? നമുക്ക് ഇതും 2011 ചോദിച്ചിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് എറർ? 23rd ക്വസ്റ്റ്യൻ ഏതായിരിക്കും? ഇവിടെ വിത്തൗട്ട് നോ പ്രൂഫ് എന്ന് വേണ്ട, വിത്ത് നോ പ്രൂഫ് ഓഫ് യുവർ ഗിൽട്ട് എന്ന് മതി. വിത്ത് ഔട്ട് നോ പ്രൂഫ്, അവിടെ നെഗറ്റീവ്, രണ്ടും നെഗറ്റീവ് വരില്ലേ? അപ്പോൾ അവിടെ ആ സെന്റൻസിന്റെ മീനിങ് വരില്ല അല്ലേ? വിത്ത് നോ പ്രൂഫ് ഓഫ് യുവർ ഗിൽട്ട് എന്ന് മതി. വിത്ത് ഔട്ട്, അല്ലെങ്കിൽ ഇവിടെ നോ യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. വിത്ത് ഔട്ട് നോ പ്രൂഫ് എന്ന് നമ്മൾ പറയില്ല. വിത്തൗട്ടും നോയും കൂടെ ഒരുമിച്ച് അവിടെ വരേണ്ട ആവശ്യമില്ല. സോ എ പാർട്ടിലാണ് അവിടെയും എറർ. Then moving to the next question, 24th one. As we see it, she appears to be unreasonable, anxious about pleasing her husband. As we see it, she appears to be unreasonable, anxious about pleasing her husband. ഇവിടെ എന്തെങ്കിലും ഒരു എറർ ഇല്ലേ? അത് നോ എറർ ക്വസ്റ്റൻ ആണോ? നോ എറർ ക്വസ്റ്റൻ അല്ല, എറർ ഉണ്ട്. As we see it, അവിടെ പ്രത്യേകിച്ച് എറർ ഒന്നുമില്ല. She appears to be unreasonable, anxious about pleasing her husband. ആ ഒരു ഏരിയയിൽ ബിയിലാണോ സിയിലാണോ എറർ നമുക്ക് നോക്കിയാൽ മതി. എറർ ഉണ്ടെന്നറിയാം, അതിൽ ബി ആണോ സി ആണോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ എന്താണ്? ഷി അപ്പിയേഴ്സ് ടു ബി അൺറീസണബിൾ ആങ്ഷ്യസ് എന്ന് വരുമോ? ഇല്ല. പിന്നെയോ അൺറീസണബിളി ആങ്ഷ്യസ് അബൌട്ട് പ്ലീസിങ് ഹർ ഹസ്ബൻഡ് എന്നാണ് കൊടുക്കേണ്ടത്. അൺറീസണബിളി ആങ്ഷ്യസ് അബൌട്ട് പ്ലീസിങ് ഹർ ഹസ്ബൻഡ് എന്ന് വേണം കൊടുക്കാൻ. അപ്പൊ അവിടെയും ബി പാർട്ടിലാണ് എറർ വരുന്നത്. And ഈ സ്ലൈഡിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The scissor is lying on the table. The scissor is lying on the table. എന്ത് വരും? Scissor is lying on the table. നമ്മൾ നൗണിൽ പഠിച്ചൊരു കാര്യമാണ്. നമുക്ക് ചില നൗൺസ് പ്ലൂറൽ മാത്രമേ ഉള്ളൂ, അതിന് സിംഗുലർ ഫോം ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു വേർഡാണ് സിസർ. സിസർ എന്ന് പറയില്ല, സിസേഴ്സ് എന്നേ പറയുള്ളൂ. സിസർ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് ഇംഗ്ലീഷിലില്ല, സിസേഴ്സ് എന്നേ പറയുള്ളൂ. സിസേഴ്സ്. ഓക്കെ, പ്ലൂറൽ മാത്രമുള്ള വേർഡാണ് ഈ സിസേഴ്സ് എന്ന് പറഞ്ഞാൽ. പ്ലൂറൽ മാത്രമേ ഉള്ളൂ, അവിടെ സിംഗുലർ ഫോം അതിനില്ല. പ്ലൂറൽ മാത്രമുള്ള വേർഡാണ്, സിംഗുലർ ഫോം അതിനില്ല. അപ്പോൾ അതുപോലെ ഒരുപാട് വേർഡ്സ് ഉണ്ട് അല്ലേ? നമുക്കറിയാം ബൈനക്കുലേഴ്സ് അല്ലെങ്കിൽ പാൻസ്, ട്രൗസേഴ്സ്, ഇതൊക്കെ എന്താണ്? പ്ലൂറൽ മാത്രമുള്ള വേർഡ്സ് ആണ്. സിസേഴ്സ് എന്ന് പറയുന്ന പ്ലൂറൽ മാത്രമുള്ള ഒരു വേർഡാണ്, ഒരു നൗൺ ആണ്. അപ്പൊ അതുകൊണ്ട് സിസേഴ്സിന്റെ കൂടെ പ്ലൂറൽ ആയിട്ടുള്ള വേർബ് യൂസ് ചെയ്യണം. അപ്പൊ എ പാർട്ടിലാണ് എറർ. ഇവിടെ എങ്ങനെ വരും? ദി സിസർ ഈസ് അല്ല, ദി സിസേഴ്സ് ആർ എന്നാണ് ആൻസർ വരിക. ദി സിസേഴ്സ് ആർ. ഓക്കെ, ദി സിസേഴ്സ് ആർ ലൈങ് ഓൺ ദ ടേബിൾ എന്നായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, എന്തുകൊണ്ടാണ് വന്നത്? സിസർ എന്ന ഒരു വേർഡ് നമുക്ക് ഇംഗ്ലീഷിലില്ല, സിസേഴ്സ് എന്നേ പറയുള്ളൂ. കറക്റ്റ് ഫോം സിസേഴ്സ് ആണ്, അതിന് പ്ലൂറൽ മാത്രമേ ഉള്ളൂ. പ്ലൂറൽ സബ്ജക്റ്റിലൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് പ്ലൂറൽ ആയിരിക്കണം. സിസേഴ്സ് ആർ ലൈങ് ഓൺ ദ ടേബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. അടുത്ത സ്ലൈഡിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെസ്പോണ്ടിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. യെസ്, അഗെയിൻ ഒരു 5 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് 2012 ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, റെസ്പോണ്ടിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. World is producing enough for every citizen, but still there is hunger and malnutrition, and it is continuing year after year. ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മളൊരു 3-4 വർഷങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കണ്ടു. ഓരോ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്യില്ല. നമുക്ക് SSCക്ക് ഉള്ളൊരു പ്രത്യേകതയാണ്, ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്യില്ല. ഫോം, ആ ഒരു ഫോം മാത്രമായിരിക്കും സിമിലർ ആയിട്ട് വരുന്നത്, പക്ഷെ ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. ആ ഒരു ഫോം നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനത്തെ കുറച്ച് നമ്മളൊരു 4-5 വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൺസ് ടോപ്പിക് ഒക്കെ കവർ ചെയ്തിട്ട് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിലേക്ക് എത്താനായിട്ടുള്ള അല്ലെങ്കിൽ അത് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആയിരിക്കും. കാരണം നമുക്ക് ആ ഒരു പാറ്റേണിലൂടെ നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വേൾഡ് ഈസ് പ്രൊഡ്യൂസിങ് ഇനഫ് ഫോർ എവറി സിറ്റിസൺ, ബട്ട് സ്റ്റിൽ ദർ ഈസ് ഹങ്കർ ആൻഡ് മാൽന്യൂട്രീഷൻ ആൻഡ് ഈസ് കണ്ടിന്യൂയിങ് ഇയർ ആഫ്റ്റർ ഇയർ. ഇതിൽ ഏത് പാർട്ടിലാണ് എറർ? ഒന്ന് ജസ്റ്റ് നോക്കിക്കേ. 26th ക്വസ്റ്റ്യൻ ഏത് പാർട്ടിലാണ് എറർ? World is producing enough for every citizen, but still there is hunger and malnutrition, and it is continuing year after year.
അതൊരു നോ എറർ ക്വസ്റ്റ്യൻ ആണ്, എറർ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും നോ എറർ വരും. കറക്റ്റ് ആ നമ്പർ അല്ല ഞാൻ പറയുന്നത്, പക്ഷെ നോ എറർ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ ചിലത് കാണാം, നമ്മൾ ചില സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്ന കാണാം, ആ സെൻറ്റൻസിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ശരിയായിട്ടുള്ള സെൻറ്റൻസിലും എന്തെങ്കിലും ഒരു എറർ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഈ പാർട്ടിലാണ് എറർ എന്ന് പറഞ്ഞ് വെക്കും. അങ്ങനെ ചെയ്യരുത്. നോ എറർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇഷ്ടം പോലെ വരാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത്. The NCC commandant along with his cadets are going to Delhi to participate in the Republic Day parade. എന്തെങ്കിലും എറർ ഉണ്ടോ? 27th one, any error? ഇതിനകത്തും നമുക്കൊരു എറർ ഉണ്ട്. എന്തായിരിക്കും? The NCC commandant along with his cadets are going to Delhi. ഇത് നമ്മളൊരു റൂളൊക്കെ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിനകത്ത് പറയുന്നതാണ്. ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് 2 സബ്ജക്ട്സ് കാണാം. ഒന്ന് NCC കമാൻഡർ എന്ന് പറയുന്നത് അതൊരു സബ്ജക്റ്റ് ആണ്. അടുത്ത സബ്ജക്ട് എന്ന് പറഞ്ഞാൽ കേഡറ്റ്സ്, ഹിസ് കേഡറ്റ്സ്. ഇത് രണ്ടും സബ്ജക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റേ ഉണ്ടായിരുന്നെങ്കിൽ ആ സബ്ജക്റ്റിനെ മാത്രം നോക്കിയിട്ട് നമുക്ക് വേർബ് എടുക്കാമായിരുന്നു. അതായത് നമുക്ക് ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ, ഒരു സബ്ജക്റ്റേ ഉള്ളൂ, ആ സബ്ജക്റ്റ് സിംഗുലർ ആണ് അല്ലെങ്കിൽ പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വേർബ് എടുക്കാം. പക്ഷെ ഇവിടെ 2 സബ്ജക്റ്റുകളുണ്ട്. അതിൽ ഒരു സബ്ജക്റ്റ് സിംഗുലറും മറ്റേത് പ്ലൂറലുമാണ്. അപ്പോൾ 2 സബ്ജക്ട്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേസുകളിൽ. അതിന് ഏത് കണക്ടർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് നമ്മൾ നോക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്ടർ എന്ന് പറയുന്നത് എലോങ് വിത്ത് ആണ്. എലോങ് വിത്ത് എന്ന കണക്ടറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിൽ ഒരു റൂൾ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണിത്. 2 സബ്ജക്റ്റിനെ എലോങ് വിത്ത് എന്നൊരു കണക്ടർ വെച്ച് കണക്ട് ചെയ്താൽ, എലോങ് വിത്ത് മാത്രമല്ല ടുഗെദർ വിത്ത്, അക്കംപനൈഡ് ബൈ അല്ലെങ്കിൽ ടുഗെദർ ഇങ്ങനെയൊക്കെ പറയുന്നത് ആദ്യത്തെ സബ്ജക്റ്റും രണ്ടാമത്തെ സബ്ജക്റ്റിലൂടെ ഒരുമിച്ച് നിന്ന് ചെയ്യുന്നു എന്ന മീനിങ്ങിൽ വരുന്ന കണക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ കണക്ടേഴ്സ് ലൈക്ക് എലോങ് വിത്ത്, ടുഗെദർ വിത്ത് ഇതൊക്കെ അല്ലെങ്കിൽ അക്കംപനൈഡ് ബൈ ഇങ്ങനത്തെ കണക്ടേഴ്സ് വരുമ്പോൾ എപ്പോഴും ഫസ്റ്റ് സബ്ജക്റ്റിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആദ്യത്തെ സബ്ജക്ട് ഇവിടെ എലോങ് വിത്ത് എന്ന കണക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് മാത്രമാണ്. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കും. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ കമാൻഡിങ് എന്നേ ഉള്ളൂ. അവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോൾ പ്ലൂറൽ വേർബ് വേണ്ട, സിംഗുലർ വേർബ് മതി. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈസ് ഗോയിങ് ടു ഡൽഹി എന്ന് വേണം കൊടുക്കാൻ. ഈസ് ഗോയിങ് ടു ഡൽഹി. ഓക്കെ, ഈസ് ഗോയിങ് ടു ഡൽഹി. അവിടെ അപ്പം ഏത് പാർട്ടിലാണ് എറർ? ബി പാർട്ടിലാണ് എറർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത്, he did not succeed to get the job though he tried his level best. എന്തെങ്കിലും എറർ ഉണ്ടോ ഇവിടെ? 28th question ആണ്. എന്തെങ്കിലും എറർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി എറർ 28th question. എന്തെങ്കിലും എറർ ഉണ്ടോ? He did not succeed to get the job though he tried his level best. എന്തായിരിക്കും? ഒരു എറർ ഉണ്ട് ഇവിടെ. He did not succeed. അവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? ഇല്ല. 28th one എ പാർട്ടിൽ പ്രത്യേകിച്ച് എറർ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അടുത്തത് ഇനി എന്ത് വരും? He did not succeed to get the job though he tried his level best. To get the job എന്ന് വരുമോ? അവിടെ എന്തെങ്കിലും ഒരു എറർ ഉണ്ടോ? ബി പാർട്ട് ജസ്റ്റ് നോക്കിക്കേ. To get the job എന്തെങ്കിലും എറർ ഉണ്ടോ? യെസ്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ജെറണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. ജെറണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. He did not succeed in getting എന്ന് വേണം നമ്മൾ കൊടുക്കാൻ. In getting. ഇവിടെ ബി പാർട്ടിലാണ് എറർ. He did not succeed in getting the job though he tried his level best. എന്തുകൊണ്ടാണ് ജെറണ്ട്? ഇവിടെ ജെറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേർബിന്റെ ING ഫോം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു V4 ഫോം അല്ലെങ്കിൽ വേർബിന്റെ ING ഫോം ആണ് ഈ ജെറണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഒരു സെന്റൻസിൽ വരുമ്പോൾ അത് നൗൺ ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് വേർബ് എന്നും പറയാൻ പറ്റില്ല, വേർബിന്റെ ING ഫോം ആയതുകൊണ്ട് നൗൺ എന്നും പറയാൻ പറ്റില്ല. നമ്മൾ അതിനെ ജെറണ്ട് എന്ന് വിളിക്കുന്നു. ആ ജെറണ്ട് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബി പാർട്ടിലാണ് എറർ. ആൻഡ് 29th question. Okay. Many of the famous advertising offices are located in the Madison Avenue. Okay. 29th one. Many of the famous advertising offices are located in the Madison Avenue. ഈ 29th question എവിടെയാണ് എറർ അല്ലെങ്കിൽ എറർ ഉണ്ടോ നോക്കിക്കേ. യെസ്, എന്തായിരിക്കും എറർ? ഒരു എറർ ഉണ്ട്. മെനി ഓഫ് ദ ഫേമസ് അഡ്വർടൈസിങ് ഓഫീസസ് അവിടെ വരെ ഓക്കെയാണ്. അപ്പോൾ എ പാർട്ടും ബി പാർട്ടും ഓക്കെയാണ്. ഒരു എറർ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ സി പാർട്ടിലാണ് എറർ. എന്തായിരിക്കും എറർ? ആർ ലൊക്കേറ്റഡ് അറ്റ് മാഡിസൺ അവന്യൂ. എന്ത് വരും? ആർ ലൊക്കേറ്റഡ് അറ്റ്
ദ മാഡിസൺ അവന്യൂ. ദ അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാണ്, ഏത് അവന്യൂ ആണ് നമ്മൾ എടുത്ത് പറയുവാണ്, സ്പെസിഫൈ ചെയ്ത് പറയുവാണ്. അങ്ങനെയുള്ളപ്പോൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. ആർട്ടിക്കിൾ ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ ദയുടെ പേർപ്പസ് എന്താണ്, ജനറൽ പേർപ്പസ് എന്താണ്, സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും അവിടെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഈ ഒരു സെറ്റിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Nature has denied us the power of closing our ears, which she gave in respect of our eyes. Okay, എന്തെങ്കിലും എറർ ഉണ്ടോ? നമുക്ക് ആദ്യത്തെ ഒരു ഒറ്റ വായനയിൽ നമുക്ക് പ്രത്യേകിച്ച് എറർ ഒന്നും മനസ്സിലായി, ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ടേ നോ എററിലേക്ക് പോവുള്ളൂ കേട്ടോ. എപ്പോഴും ഏത് ക്വസ്റ്റൻ നമുക്ക് അധികം സമയമില്ല, പക്ഷെ എന്നാലും കൺഫ്യൂഷൻ തോന്നുന്ന അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ ഒന്നുകൂടെ നോക്കി ഉറപ്പ് വരുത്തിയിട്ടേ നോ എററിലേക്ക് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കുക, എന്തെങ്കിലും എറർ ഉണ്ടോ? 30th ക്വസ്റ്റൻ എന്തെങ്കിലും എറർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്. Nature has denied us the power of closing our ears, which she gave in respect of our eyes. Which she gave in respect. അവിടെ ഒരു എറർ ഇല്ലേ? എന്ത് വരും? Which she has given എന്ന് വരും. Which she has given. Gave അല്ല, which she has given in respect of our eyes എന്നാണ്. സോ അവിടെയും സി പാർട്ടിലാണ് എറർ. Which she has given in respect of our eyes. Which she gave അല്ല, which she has given. Okay, clear. അപ്പോൾ അടുത്തൊരു സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വൺസ് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റും. കാരണം ഇത്രയും സമയം നമുക്ക് എക്സാമിന്റെ ടൈമിൽ കിട്ടത്തില്ല. പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പം പ്രാക്ടീസ് സെഷൻ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് നമുക്ക് നോക്കാം. 31st ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഹെൽപ്ഫുൾ he was being hindrance. Instead of being helpful, he was being hindrance. എന്തെങ്കിലും എറർ ഉണ്ടോ ഇതിനകത്ത്? എന്തെങ്കിലും ഒരു എറർ ഉണ്ടോ? എറർ ഉണ്ട് ഇതിനകത്ത്. എന്തായിരിക്കും? ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഹെൽപ്ഫുൾ he was being a hindrance. എ വേണം, ഇവിടെ ഒരു എ ചേർക്കണം. ഇത് 2012 ക്വസ്റ്റ്യൻ ആണ്. എ ഹിൻഡറൻസ് എന്നാണ് കേട്ടോ. ആൻഡ് 32nd one. Where have I to deposit fees? Where have I to deposit fees? എന്തെങ്കിലും എറർ ഉണ്ടോ ഇവിടെ? വേർ എന്ന് പറയുമ്പോൾ ഒറ്റൊരു വേർഡിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് എറർ ഒന്നും ഇല്ല അല്ലേ? ദെൻ where have I അല്ല, ഇത് നമ്മൾ നേരെ തിരിച്ചിടുവാണ്. Where I have എന്ന് വരണം. Where I have to deposit fees. Where I have to deposit fees. I have എന്ന് വേണം കൊടുക്കാൻ. Where I have I അല്ല, where I have to deposit fees എന്ന് വേണം കൊടുക്കാൻ. അവിടെയും ബി പാർട്ടിലാണ് എറർ വരുന്നത്. ഓക്കെ, ഈ സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 33rd one. By the time she had finished her work, I had nearly given up all hope of arriving at the party in time. By the time she had finished her work, I had nearly given up all hope of arriving at the party in time. 33rd question. എന്തെങ്കിലും എറർ ഉണ്ടോ? യെസ്. ഇത് ഏത് ടെൻസിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരും. എന്ത് വരും? സിമ്പിൾ പാസ്റ്റ് ആണ് വരേണ്ടത്. സിമ്പിൾ പാസ്റ്റിന്റെ ഫോം എന്താണ്? സിമ്പിൾ പാസ്റ്റിന്റെ ഫോം എന്താണ്? സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് V2 ഫോം ആണ്. സബ്ജക്ട് പ്ലസ് V2 ഫോം ആണ് അല്ലേ? അവിടെ നമ്മൾ ഓക്സിലറി വെർബിന് ഒന്നും സ്ഥാനമില്ല. സബ്ജക്ട് പ്ലസ് V2 ഫോം ആണ് നമ്മുടെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എങ്ങനെ വരും? ബൈ ദ ടൈം ഷീ ഹാഡ് വരുമോ? ഇല്ല. ബൈ ദ ടൈം ഷീ എങ്ങനെ വരും? 33rd ക്വസ്റ്റ്യൻ. ബൈ ദ ടൈം ഷീ ഫിനിഷ്ഡ് ഹെർ വർക്ക് എന്ന് കൊടുത്താൽ മതി. ബൈ ദ ടൈം ഷീ ഫിനിഷ്ഡ്. ഈ ഹാഡിന്റെ ആവശ്യം അവിടെ ഇല്ല. By the time she finished her work, I had nearly given up all hope of arriving at the party in time. അപ്പോൾ അവിടെ എ പാർട്ടിലാണ് എറർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2012 നമ്മൾ എടുത്തത്. ഓക്കെ, ഫസ്റ്റ് ഷിഫ്റ്റിൽ നിന്നാണ്. യെസ്, CGLന്റെ ഫസ്റ്റ് ഷിഫ്റ്റിൽ നിന്നാണ് നമ്മൾ എടുത്തത്. അടുത്തതിലേക്ക് നമുക്ക് പോകാം. യെസ്, സെക്കൻഡ് ഷിഫ്റ്റിലാണ്. അതായത് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം.
pollution together with littering are causing many problems in our cities. Air pollution together with littering are causing many problems in our cities. 36th question ആണ് നമ്മുടെ 36ാമത്തെ question ആണ്. ഇവിടെ എന്ത് വരും? Air pollution together with littering are causing many problems in our cities. നമ്മൾ നേരത്തെ കണ്ട അല്ലെങ്കിൽ നമ്മൾ 2 സ്ലൈഡ് മുമ്പ് കണ്ട അതേ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 2 സബ്ജക്റ്റ് ഉണ്ട്, എയർ പൊല്യൂഷൻ പിന്നെ ലിറ്ററിങ്. ഫസ്റ്റ് സബ്ജക്റ്റ് ഇത്, ലിറ്ററിങ് എന്ന് പറയുന്നത് സെക്കൻഡ് സബ്ജക്റ്റ്. കണക്ട് ചെയ്തിരിക്കുന്ന കണക്ടർ ടുഗെദർ വിത്ത് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞു along with, accompanied by, together with, ഇങ്ങനത്തെ കണക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനത്തെ സബ്ജക്ട്സ് വെച്ചിട്ട് നമ്മൾ 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ അതിന്റെ വെർബിനെ ചൂസ് ചെയ്യാൻ. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്താണ്? എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്, അത് സിംഗുലർ ആണ്. അതുകൊണ്ട് ഈസ് കോസിങ് മെനി പ്രോബ്ലംസ് എന്നാണ് കൊടുക്കുക. ഓക്കെ, ഈസ് കോസിങ് മെനി പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ 2 സബ്ജക്ട്സ് ശ്രദ്ധിക്കുക. 2 സബ്ജക്ട്സിനെ നമ്മൾ ചില കണക്ടേഴ്സ് വെച്ചത്, എല്ലാ കണക്ടേഴ്സിനും ബാധകമല്ല കേട്ടോ, എല്ലാ കണക്ടേഴ്സിനും ബാധകമല്ല. 2 സബ്ജക്ട്സ് നമ്മൾ എടുക്കുമ്പോൾ along with അല്ലെങ്കിൽ together with, accompanied by, ഇങ്ങനത്തെ കണക്ടേഴ്സ് ഒക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. 2 സബ്ജക്റ്റുകളും ഒരുമിച്ച് നിൽക്കുന്നു എന്ന മീനിങ് വരുന്ന കണക്ടേഴ്സ്, അങ്ങനത്തെ കണക്ടേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കിയാൽ മതി. ഫസ്റ്റ് സബ്ജക്റ്റ്, ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. ആ സെയിം റൂൾ ആണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അവിടെ എ പാർട്ടിലാണ്, ബി പാർട്ടിലാണ് അവിടെ എറർ വരുന്നത്. Next question, 37th one. The accused refused to answer to the policeman on duty. 37th one. The accused refused. എന്ത് വരും? Yes. The accused refused to answer to the policeman on duty. B പാർട്ടിലാണ് ഇവിടെ എറർ. ഇനി നോക്കിക്കേ എന്തായിരിക്കും എറർ. ബി പാർട്ടിലാണ് എറർ എന്നും കൂടെ നമ്മൾ കണ്ടു. എന്ത് വരും? അതായത് അക്യൂസ് റിഫ്യൂസ് ടു ആൻസർ ദ പോലീസ്മാൻ എന്ന് മതി, ടു ദ പോലീസ്മാൻ എന്ന് വേണ്ട. ദ അക്യൂസ് റിഫ്യൂസ് ടു ആൻസർ ദ പോലീസ്മാൻ ഓൺ ഡ്യൂട്ടി എന്ന് മതി. ടുവിൻ്റെ ആവശ്യം അവിടെ ഇല്ല, ടു വേണ്ട. അപ്പോൾ ബി പാർട്ടിലാണ് എറർ. 38th one. What is the use of me attending the session? 38th one. What is the use of me attending the session? പ്രോനൗണ്ട് ഒരു എറർ ആണ് ഇവിടെ, മീ അല്ല വരുന്നത്. What is the use of myself attending എന്ന് വരും. myself attending, reflexive pronoun myself. ഓക്കെ, reflexive pronoun വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. സോ അവിടെ myself എന്ന് വരും. What is the use of myself? ഓക്കെ, reflexive pronouns നമ്മൾ പ്രോനൗൺസിന്റെ സെഷനിൽ കാണുന്നതാണ്. പ്രോനൗൺസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോനൗൺസ് നമുക്ക് അറിയാവുന്നതാണ്. അതിൽ റിഫ്ലെക്സീവ് പ്രോനൗൺ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് മൈസെൽഫ് അറ്റൻഡിങ് ദ സെഷൻ, ബി പാർട്ടിലാണ് അവിടെയും എറർ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 39th one. We met our prospective employer for a briefing session in the Taj Hotel. അവിടെ എന്താണ് എറർ? പ്രിപ്പോസിഷൻ ബേസ് ചെയ്തൊരു എറർ ആണ് വന്നിരിക്കുന്നത്. നോക്കിക്കേ, വി മെറ്റ് അവർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയർ ഫോർ എ ബ്രീഫിംഗ് സെഷൻ ഇൻ ദ താജ് ഹോട്ടൽ. 39th one. ഒരു പ്രിപ്പോസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എറർ ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് എറർ നോക്കിക്കേ, പ്രിപ്പോസിഷൻ ബേസ് ചെയ്ത എറർ ആണ് വന്നിരിക്കുന്നത്. നോക്കാം, വി മെറ്റ് അവർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയർ. അവിടെ എന്തെങ്കിലും ഒരു പ്രൊപ്പോസിഷൻ ഉണ്ടോ? അല്ലെങ്കിൽ പ്രൊപ്പോസിഷനെ ബേസ് ചെയ്ത എറർ വരണമെങ്കിൽ അവിടെ പ്രൊപ്പോസിഷൻ ഒന്നുമില്ല. അപ്പോൾ അത് പ്രൊപ്പോസിഷണൽ എറർ ആ ഒരു പാർട്ടിൽ വരില്ല. അടുത്ത, ഫോർ എ ബ്രീഫിംഗ് സെഷൻ ആണോ? അവിടെയും പ്രത്യേകിച്ച് എററില്ല. ഇൻ ദ താജ് ഹോട്ടൽ, യെസ്. 39th one. ഇൻ ദ താജ് ഹോട്ടൽ എന്ന് വരുമോ? ഇല്ല. പിന്നെ എന്ത് വരും? ഇവിടെ ഏത് പ്രൊപ്പോസിഷൻ ആണ്? പ്രൊപ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അറ്റ് ദ താജ് ഹോട്ടൽ എന്ന് വരും. അറ്റ് ദ താജ് ഹോട്ടൽ. ഈ ഇന്നും മറ്റും നമ്മൾ പ്ലേസ് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇന്നും മറ്റും ഒക്കെ നമ്മൾ പ്ലേസിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ്, പക്ഷെ കറക്റ്റ് യൂസ് തന്നെ വരണം. അതായത് നമ്മൾ കുറച്ച് ലാർജ് ഏരിയ ഒക്കെ ആണെങ്കിൽ ഇന്ന് യൂസ് ചെയ്യും. ഒരു ലാർജ് ഏരിയ
ലാർജ് ഏരിയ ഒക്കെ ആണെങ്കിൽ ഇന്ന് യൂസ് ചെയ്യും. പക്ഷെ ഒരു സ്മോൾ പ്ലേസിനെ പറ്റി അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലമൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ അറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അറ്റ് അത് കുറച്ച് സ്മോൾ പ്ലേസ് ആണെങ്കിൽ. ഒരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ, I live in Delhi. I live in Delhi. I live in Delhi എന്ന് പറയുന്നു. ഇവിടെ ഡൽഹി എന്നത് കുറച്ച് വലിയ സ്ഥലമാണ് അല്ലേ, അപ്പൊ അവിടെ നമ്മൾ ഇന്ന് യൂസ് ചെയ്തു. I live in Delhi. ഇനി അടുത്തതിൽ ഞാൻ പറയുവാണ് I live at Ramnagar. I live at Ramnagar. ഇവിടെ അറ്റ് യൂസ് ചെയ്തു. രണ്ടും സിമിലർ ആയിട്ടുള്ള സെന്റൻസ് ആണ്. ഒരിടത്ത് ഡൽഹി എന്നും രണ്ടിടത്ത് താമസിക്കുന്ന സ്ഥലം തന്നെയാണ് പറയുന്നത്. ഒരിടത്ത് ഡൽഹി എന്നും അടുത്തടുത്ത് രാംനഗർ എന്നും പറയുന്നു. അപ്പൊ ചെറിയ സ്ഥലമാണെങ്കിൽ നമ്മൾ ഒരു വില്ലേജ് ഒക്കെ പറയാണ്, ഒരു ചെറിയൊരു വില്ലേജ് അല്ലെങ്കിൽ ചെറിയൊരു ഏരിയ ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അതുപോലെ കുറച്ച് വലിയ സ്ഥലമാണെങ്കിൽ ഡൽഹി പോലെ അല്ലെങ്കിൽ ഒരു കൺട്രി ഒക്കെയാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റ് ഒക്കെയാണ് പറയുന്നതെങ്കിൽ അവിടെ ഇന്നും യൂസ് ചെയ്യും. രണ്ടും ഇന്നും അറ്റും രണ്ട് പ്രപ്പോസിഷനും പ്ലേസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ ഡിഫറൻസ് ഇതാണ്, അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ആൻഡ് ഈ സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, because of the severe snowstorm and the roadblocks, the Air Force dropped food and medical supplies close to the city. എന്തായിരിക്കും എറർ? ഏത് പാർട്ടിലാണ് എറർ? 40th ക്വസ്റ്റ്യൻ ഏത് പാർട്ടിലാണ് എറർ? അത് നോ എറർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ബിക്കോസ് ഓഫ് ദ സിവിയർ സ്നോ സ്റ്റോം ആൻഡ് ദ റോഡ് ബ്ലോക്സ്. പ്രത്യേകിച്ച് എററൊന്നുമില്ല അല്ലെ, കൺസ്ട്രക്ഷനിലാണെങ്കിലും ഗ്രാമാറ്റിക്കൽ എററും ഒന്നും അവിടെ ഇല്ല. നോക്കാം. ബിക്കോസ് ഓഫ് ദ സിവിയർ സ്നോ സ്റ്റോം ആൻഡ് ദ റോഡ് ബ്ലോക്സ്, the Air Force dropped food and medical supplies close to the city. എന്താണ് എറർ? അവിടെ എറർ ഒന്നുമില്ല. അതൊരു നോ എറർ ക്വസ്റ്റ്യൻ ആണ്. ഒരു നോ എറർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എറർ ഒന്നുമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. നോ എറർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അഗെയിൻ ആ ഒരു 5 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. യെസ്, ഇവിടെ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത്. ഡയറക്ഷൻ നമുക്ക് നോക്കാം. അതൊരു ഹാബിറ്റ് ആയിട്ട് മാറ്റണം കേട്ടോ. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എക്സാമിന് അധികം സമയമില്ലെന്നറിയാം, പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു ഡയറക്ഷൻ മിസ് ചെയ്യരുത്. ഏത് വന്നാലും, ഇപ്പോൾ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ആയിക്കോട്ടെ, പാരജിമ്പിൾ ആയിക്കോട്ടെ, ഇഡിയംസ് ഏതിന് വന്നാലും ഡയറക്ഷൻ മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കണം. In the following questions, some parts of the sentences have errors and some have none. Find out which part of a sentence has an error. If there is no error, your answer is D, that is no error. 2012 വന്ന ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. 41st question. Having lived in Kerala for 10 years, my friend is used to speak Malayalam with his friends. Having lived in Kerala for 10 years, my friend is used to speak Malayalam with his friends. എന്തെങ്കിലും എറർ ഉണ്ടോ? 41st question എന്തെങ്കിലും എറർ ഉണ്ടോ? യെസ്, ഹാവിംഗ് ലിവ്ഡ് ഇൻ കേരള ഫോർ 10 years. അവിടെ പ്രത്യേകിച്ചൊന്നും എറർ ഇല്ല അല്ലേ. എ പാർട്ടും ബി പാർട്ടും സേഫ് ആണ്. സി പാർട്ടിലാണ് എറർ. മൈ ഫ്രണ്ട് ഈസ് യൂസ് ടു സ്പീക്ക് മലയാളം അല്ല, സ്പീക്ക് ഇൻ മലയാളം എന്ന് വേണം പറയാൻ. സ്പീക്ക് ഇൻ മലയാളം. ഓക്കെ, സി പാർട്ടിലാണ് എറർ. സ്പീക്ക് മലയാളം അല്ല, സ്പീക്ക് ഇൻ മലയാളം. ഓക്കെ, സ്പീക്ക് ഇൻ എന്ന് വരും. സ്പീക്ക് ഇൻ മലയാളം എന്ന് വേണം അവിടെ കൊടുക്കാൻ. ഓക്കെ, ആൻഡ് 42nd one. Much water has flown under this bridge. Much water has flown under this bridge. 42nd one. 42ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം ഒരു എറർ ഉണ്ട്. എന്താണ് എറർ? ഈ മെനി മച്ച് ഇതിൻ്റെയൊക്കെ യൂസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 42nd ക്വസ്റ്റ്യൻ എന്തായിരിക്കും എറർ? എന്തായിരിക്കും? യെസ്, much water has flown under this bridge. much water എന്ന് പറയും. അവിടെ എറർ ഒന്നുമില്ല. 42nd one അവിടെ എറർ ഒന്നുമില്ല. പിന്നെ എവിടെയാണ് എറർ? much water flown ആണോ വരുന്നത്? has flown എന്ന് വരുമോ? ഇല്ല. ഇവിടെ ഏത് ഫോമാണ്? വെർബിന്റെ ഏത് ഫോമാണ് വരുന്നത്? ഫ്ലോൺ എന്ന് വരത്തില്ല. പിന്നെ ഏത് വരും? ഫ്ലോൺ എന്ന് വരും. ഫ്ലോയിങ് എന്ന് വരുമോ? much water has flowing under this bridge എന്ന് വരുമോ? ഇല്ല. പിന്നെ എന്ത് വരും? 42nd one എന്തായിരിക്കും വരുന്നത്? ഹാസ് ഫ്ലോൺ അല്ല, ഫ്ലോഡ് എന്നാണ് വരുന്നത്. ഫ്ലോഡ്.
much water flowed under this bridge എന്ന് മതി. Flowing അല്ല, flown അല്ല, has flown അല്ല, flowed under this bridge. And he said the last question. The law should specifically provide a clause to protect animals from poachers. Any error? 43rd one. The law should specifically provide a clause to protect animals from poachers. 43rd question. എന്തെങ്കിലും എറർ ഉണ്ടോ ഇവിടെ? The law should specifically provide a clause to protect animals from poachers. ഇത് നോ എറർ ക്വസ്റ്റ്യൻ ആണ്. എറർ ഒന്നുമില്ല. അഗെയിൻ നമ്മളൊരു നോ എറർ ക്വസ്റ്റ്യൻ കണ്ടതാണ്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇതുകൊണ്ടാണ്. നോ എറർ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എല്ലാ സെൻറ്റൻസിലും ഒരു എററെങ്കിലും കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കരുത്. എറർ ഇല്ലാത്ത ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസും നമുക്ക് ഉണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സെറ്റ് അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കാം. അടുത്ത സ്ലൈഡിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2012 CHS ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. നോക്കാം. It was he who came running in the house with the news about the earthquake. It was he who came running in the house with the news about the earthquake. 46th question. എന്തെങ്കിലും എറർ ഉണ്ടോ? Yes. It was he who came running in the house ആണോ? അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രപ്പോസിഷന് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? റണ്ണിങ് ഇൻ ദ ഹൗസ് അല്ല, റണ്ണിങ് ടുവേർഡ്സ് ദ ഹൗസ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ടുവേർഡ്സ്, റണ്ണിങ് ടുവേർഡ്സ് ദ ഹൗസ്. ടുവേർഡ്സ് നമ്മൾ ഈ പ്രപ്പോസിഷൻ്റെ കറക്റ്റ് യൂസേജ് നമ്മൾ മനസ്സിലാക്കണം. ടുവേർഡ്സ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ടുവേർഡ്സ് എന്ന പ്രപ്പോസിഷൻ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ടുവേർഡ്സ് എന്ന പ്രപ്പോസിഷൻ നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ടുവേർഡ്സ്. ഇത് ഓഫൻ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന 2 പ്രപ്പോസിഷൻ ആണ് ടൂം ടുവേർഡ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ തരാവേ. I am going to the airport. I am going to the airport. ഒരു സെന്റൻസ്. അടുത്തത് I am going towards the airport. 2 സെന്റൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. I am going to the airport, I am going towards the airport. അങ്ങനെ 2 സെന്റൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 സെന്റൻസിന്റെയും ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ആകെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, പ്രപ്പോസിഷൻ മാറി. ഈ പ്രപ്പോസിഷൻ മാറുമ്പോൾ ഇതിന്റെ 2ന്റെയും മീനിങ്, ടോട്ടൽ ആ സെന്റൻസിന്റെ മീനിങ് മാറുകയാണ്. നമുക്ക് നോക്കാം. I am going to the airportഉം I am going towards the airportഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. I am going to the airport എന്ന് പറയുമ്പോൾ എന്ത് വരും? I am going to the airport എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്നു. അവിടെ എൻ്റെ ഡെസ്റ്റിനേഷൻ, ഞാൻ പോകേണ്ട ആ ഒരു ഡെസ്റ്റിനേഷൻ എന്താണ്? എയർപോർട്ടാണ് അല്ലേ? അവിടെ എയർപോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഡെസ്റ്റിനേഷൻ ആണ്. പക്ഷെ അടുത്തതിൽ ഐ എം ഗോയിങ് ടുവേർഡ്സ് ദ എയർപോർട്ട് എന്നാണ് പറയുന്നത്. അവിടെ ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ ഡെസ്റ്റിനേഷൻ അല്ല എയർപോർട്ട്. പിന്നെയോ ഞാൻ പോകുന്ന ആ ഒരു ഡയറക്ഷനാണ്, എയർപോർട്ടിന്റെ ഡയറക്ഷനിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രിപ്പോസിഷൻ മാറിയപ്പോൾ 2 സെന്റൻസിന്റെയും മീനിങ് മാറിയല്ലേ? അപ്പോൾ ടുവേർഡ്സും ടൂവും തമ്മിലുള്ള ഡിഫറൻസ് ഇത് തന്നെയാണ്. ടുവേർഡ്സ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്, നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു, നമ്മൾ ആ പോകുന്ന ഡയറക്ഷൻ കാണിക്കുന്നതാണ് ടുവേർഡ്സ്. ഇനി കറക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ, നമ്മൾ പോകുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ ആണ് കാണിക്കേണ്ടതെങ്കിൽ നമ്മൾ ടൂം യൂസ് ചെയ്യും. പ്രിപ്പോസിഷൻ ടുവേർഡ്സും ടൂവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രിപ്പോസിഷൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയുന്നത്. ആൻഡ് അവിടെയും ഇറ്റ് വാസ് ഹി ഹു കെയിം റണ്ണിങ് ടുവേർഡ്സ് ഹൗസ്, ഹൗസിൻ്റെ അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഹൗസിലേക്ക്, ആ ഒരു ഡയറക്ഷനിലേക്ക് വന്നത് ഇവനായിരുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ടുവേർഡ്സ് യൂസ് ചെയ്തത്. ക്ലിയർ അല്ലേ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 47th one നമുക്ക് നോക്കാം. 47ാമത്തെ ക്വസ്റ്റ്യൻ. Her mother does not approve of her to go to the party without dressing formally. സെൻസ് വായിക്കുമ്പോഴേ നമുക്കറിയാം എന്തോ ഒരു പ്രശ്നമുണ്ടെന്നല്ലേ? യെസ്, അതിനകത്ത് പ്രശ്നമുണ്ട്. എന്തായിരിക്കും? യെസ്, her mother does not approve of her to go to the party. ബി പാർട്ടിലാണ് എറർ. ആൻഡ് ആ എറർ എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ടു ഗോ ടു ദ പാർട്ടി എന്നല്ല, പിന്നെ എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ?
ഗോയിങ് ടു ദ പാർട്ടി എന്നാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരേണ്ടത്. അതായത് യെസ്, ഗോയിങ് ടു ദ പാർട്ടി എന്ന് വേണം അവിടെ നമ്മൾ ആൻസർ കൊടുക്കാൻ. ഗോയിങ് ടു ദ പാർട്ടി. Her mother does not approve of her going to the party without dressing formally. Okay, her to go to the party എന്നല്ല, അത് തെറ്റാണ്. going to the party എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. Okay, and 48th one. Riding across the battlefield, the famous Wisdom saw a large number of dead warriors. എന്തായിരിക്കും ഇവിടെ എറർ? എന്തായിരിക്കും 48th ക്വസ്റ്റ്യൻ എന്തായിരിക്കും എറർ? യെസ്, ഇതും എഗെയിൻ ഒരു നോവറ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഒരുപാട് നോവറ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണുന്നുണ്ട് അല്ലേ? യെസ്, അതൊരു നോവറ ക്വസ്റ്റ്യൻ ആണ്. 49th വൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. My aunt was first to get a degree. My aunt was first to get a degree. 49th ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് ചെറിയൊരു സെന്റൻസ് ആണ്. My aunt was first to get a degree. എന്താണ്? നമ്മൾ ആർട്ടിക്കിൾസിൻ്റെ ഒരു സെഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ആർട്ടിക്കിൾ ദ മസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കേണ്ട കുറച്ച് കേസുകൾ പഠിക്കും. അതിലൊന്നാണ് ഓർഡിനൽ നമ്പേഴ്സ്. ഓർഡിനൽ നമ്പേഴ്സ്. ഈ ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 25th, 10th എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഓർഡിനൽ അല്ലെങ്കിൽ ഓർഡിനൽസ്. ഈ ഓർഡിനൽ നമ്പേഴ്സ് ആണ് നമ്മുടെ ഒരു സെന്റൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർഡിനൽസ് എന്തെങ്കിലും അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മസ്റ്റായിട്ടും ആർട്ടിക്കിൾ ദ യൂസ് ചെയ്തിരിക്കണം. നമ്മൾ ആർട്ടിക്കിൾ ദയുടെ റൂളായിട്ട് പറയുന്നതാണ്. ആർട്ടിക്കിൾ ദയുടെ റൂളായിട്ട് തന്നെ പറയുന്നതാണ്. ഓർഡിനൽ നമ്പേഴ്സ് നമ്മൾ ഒരു സെന്റൻസിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓർഡിനൽസ് ഒരു സെന്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മസ്റ്റായിട്ടും ആർട്ടിക്കിൾ ദ നമ്മൾ ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? മൈ ഓണ്ട് വാസ് ദ ഫസ്റ്റ് ടു ഗെറ്റ് എ ഡിഗ്രി എന്ന് വരും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഓർഡിനൽ നമ്പർ ആണ്. സോ മൈ ഓണ്ട് വാസ് ദ ഫസ്റ്റ് ടു ഗെറ്റ് എ ഡിഗ്രി എന്ന് വേണം കൊടുക്കാൻ. ദ ഫസ്റ്റ് ടു ഗെറ്റ് എ ഡിഗ്രി. ആൻഡ് ഈ സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Padmini had not rarely missed a dance performance or festival since she was 8 years old. 50th question, 50th question ആണ്. യെസ്, ഇവിടെ എന്ത് വരും? Padmini had not rarely missed. ഈ റെയർലി എന്ന് പറഞ്ഞാൽ റെയർലി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നെഗറ്റീവ് സെമി നെഗറ്റീവ് വേർഡ് ആയിട്ടാണ് റെയർലി, സ്കേഴ്സ്ലി, ബെയർലി ഇങ്ങനത്തെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ നെഗറ്റീവ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യില്ല. സെമി നെഗറ്റീവ്സ് ആണ് റെയർലി, ബെയർലി എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ റൂളായിട്ട് പഠിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ വേറെ നെഗറ്റീവ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യില്ല. അപ്പം നോട്ട് എന്നും റെയർലി എന്നും ഒരുമിച്ച് വരില്ല. ഓക്കെ, നോട്ട് എന്ന വേർഡും അല്ലെങ്കിൽ റെയർലി എന്ന വേർഡും ഒരുമിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും അതങ്ങ് നെഗറ്റീവ് വരുമ്പോൾ അത് പോസിറ്റീവ് ആവില്ലേ? സോ പദ്മിനി ഹാഡ് റെയർലി മിസ്ഡ്. നോട്ട് റെയർലി എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് വരും, അല്ലെങ്കിൽ അത് വേറെ ഇതായിട്ട് വരും. നമുക്ക് ഈ കറക്റ്റ് മീനിങ് കിട്ടില്ല. സോ പദ്മിനി ഹാഡ് റെയർലി മിസ്ഡ് എ ഡാൻസ് പെർഫോമൻസ് ഓർ ഫെസ്റ്റിവൽ സിൻസ് ഷി വാസ് 8 years old എന്ന് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ 5 ക്വസ്റ്റ്യൻസ് ഇവിടെയും ഉണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്ത സെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റിൽ നമുക്കൊരു 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സെറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഈ സെറ്റ് നോക്കാം. The teacher as well as the students have gone on an excursion to Ooty during their summer vacation. നമ്മൾ ഈ ഒരു പാറ്റേണിൽ ഇപ്പോൾ ഒരു 3-4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ കാണുന്നത് അല്ലേ? The teacher as well as the students. നേരത്തെ ഞാൻ പറഞ്ഞു together with, as well as, accompanied by. ഇങ്ങനത്തെ കണക്ടേഴ്സ് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്താൽ ഏത് സബ്ജക്റ്റിനെ നോക്കണം നമ്മൾ പറഞ്ഞത്? ഇവിടെ റൂൾ അനുസരിച്ച് ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കണം. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ടീച്ചർ ആണ്. ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സിംഗുലർ വേർബ് കൊടുക്കുക. അപ്പൊ ഹാവ് വരുമോ? ഇല്ല. ഹാസ് ഗോൺ എന്ന് വരും. ഹാസ് ഗോൺ. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ, അതുകൊണ്ട് സിംഗുലർ വേർബ്. ഫസ്റ്റ് സബ്ജക്റ്റ് ഇനി പ്ലൂറൽ ആയിരുന്നെങ്കിൽ പ്ലൂറൽ വേർബ് വന്നേനെ. ഇവിടെ ഈ സെന്റൻസ് ഇങ്ങനെയായിരുന്നുവെങ്കിൽ ദ ടീച്ചേഴ്സ് ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് എന്നായിരുന്നെങ്കിൽ അവിടെ ഹാവ് തന്നെ വന്നേനെ. ടീച്ചേഴ്സ് എന്നായിരുന്നെങ്കിൽ ഇവിടെ ടീച്ചർ എന്ന് കൊടുത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ
ഹാസ് കൊടുത്തത്. ഓക്കെ, ആ കണക്ടേഴ്സ് നിങ്ങൾ ഓർക്കുക. നമ്മുടെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ നമ്മൾ റൂൾ ആയിട്ട് പറയുന്നതാണ്, രണ്ട് സബ്ജക്റ്റുകളെ ആസ് വെൽ ആസ് ടുഗെദർ വിത്ത് അക്കംപനൈഡ് ബൈ ഇങ്ങനത്തെ കണക്ടേഴ്സ് കണക്ട് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വെർബ്. ഓക്കെ, 54th question. The US don't want Indian in the Security Council. The US don't want Indian in the Security Council. എന്തെങ്കിലും എറർ ഉണ്ടോ? 54th question ഡോണ്ട് എന്ന് വരുമോ? ഇല്ല. ഡസൻറ്റ് എന്നല്ലേ വരുന്നത് അവിടെ? ഡസൻറ്റ്. എന്തുകൊണ്ടാണ് ഡസൻറ്റ് വന്നത്? ഡോണ്ട് വരാണ്ട് ഡസൻറ്റ് വന്നത്? The US doesn't want Indian in the Security Council. എന്തായിരിക്കും? US എന്ന് പറയുന്നത് ഒരു സിംഗുലർ നൗൺ ആണ് അല്ലെ? US എന്ന് പറയുന്നത് സിംഗുലർ നൗൺ ആണ്. നമുക്ക് നോക്കാം, US നമ്മൾ എടുക്കുവാണെങ്കിൽ അതൊരു കൺട്രിയുടെ പേരാണ്, അതൊരു സിംഗുലർ നൗൺ ആണ്. സിംഗുലർ നൗൺ ആണ്. ഡു എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അല്ലേ? ഡെസ് ആണ് സിംഗുലർ. ഡെസ് സിംഗുലർ നൗൺ ആണ്. ഡെസ് സിംഗുലർ, ഡു എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പൊ നമ്മൾ നൗണിലും അതുപോലെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിലൊക്കെ പഠിച്ച ഒരു റൂളാണ്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എന്തായിരിക്കണം? വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ തന്നെ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ US എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഒരു കൺട്രിയുടെ നെയിം ആണ്, അതുകൊണ്ട് ഡെസ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. Doesn't want Indian in the security. And moving to the 55th question, the cruel lady made her stepdaughter to do all the household chores. 55th one. എന്തായിരിക്കും ഇതിനകത്ത് എറർ? Yes. The cruel lady made her stepdaughter to do all the household chores. എന്തായിരിക്കും ഇവിടെ? എന്തായിരിക്കും വരിക? ഇവിടെ ബി പാർട്ടിലാണ് ഇവിടെ എറർ. ഈ ടൂവിൻ്റെ ആവശ്യം ഇല്ല, അതാണ് അവിടുത്തെ എറർ. ഈ ഡൂവിന് മുമ്പുള്ള ആ ടു ഒന്ന് മാറ്റി കഴിഞ്ഞാൽ സെൻറ്റൻസ് കറക്റ്റ് ആയി. The cruel lady made her stepdaughter do all the household chores എന്നാണ്. ഓക്കെ, അവിടെ ടൂവിൻ്റെ ആവശ്യമില്ല. ആൻഡ് നമ്മുടെ ഈ ഒരു സെഷനിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് നോക്കാം 56th question. My sister asked me that how long I would stay there. My sister asked me that how long I would stay there. 56th one. എന്തെങ്കിലും എറർ ഉണ്ടോ? യെസ്. എന്തായിരിക്കും? My sister asked me that how long would I stay there എന്നാണ്. I would അല്ല, would I stay there. ഇവിടെ would I stay there എന്ന് വേണം കൊടുക്കാൻ. അതങ്ങോട്ട് നമ്മൾ മാറ്റി ചെയ്യണം, അതിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കണം. വുഡ് ഐ എന്നാണ് കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ സി പാർട്ടിലാണ് എറർ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഒരു 50 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 50 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കുക. ഈ ഒരു പാറ്റേൺ നമുക്ക് ഇനിയും ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു സാമ്പിൾ പോലെ എടുത്താൽ മതി. ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. വൺസ് നമ്മൾ ടോപ്പിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്, കാരണം നമുക്ക് ആ ഒരു നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്നത് നമുക്ക് അറിയില്ലോ. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. എറർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, എറർ ഇല്ലെന്നൊക്കെ മനസ്സിലാക്കാനായിട്ടും പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെഷൻ. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.